പറയുന്നത് നമ്മൾ ഏവരും ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സ്മാർട്ട് ഫോണുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ദിവസവും ഉപയോഗിക്കുമ്പോൾ പുതിയ പുതിയ ആപ്പുകൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ നിർബന്ധിതമായും ഇൻസ്റ്റോൾ ചെയ്യേണ്ടി വരപ്പെടുകയാണ്. സർക്കാർ തന്നെ നമ്മളോട് നിർദ്ദേശിക്കുന്നു ആപ്പുകൾ ഇൻസ്റ്റോൾ ചെയ്യാൻ. പല വിധത്തിലുള്ള സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആപ്പുകൾ ഇൻസ്റ്റോൾ ചെയ്യാൻ പറയുന്നു. അത് ഇൻസ്റ്റോൾ ചെയ്താലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും നാട്ടുകാർ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ആ ആപ്പുകളല്ല, മറ്റുള്ള ആപ്പുകൾ ഏത് ആപ്പ് തന്നെ ആയിരുന്നാലും ആപ്പ് ആവാതിരിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരാണ് ഇത് കാണേണ്ടത്. iOS ആയിരുന്നാലും ആൻഡ്രോയിഡ് ആയിരുന്നാലും ഏത് പ്ലാറ്റ്ഫോം ആയിരുന്നാലും ആപ്പുകൾ ഇൻസ്റ്റോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആധികാരികത തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിന് എന്തൊക്കെ ചെയ്യണമെന്നും ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിലെ ചതികൾ മനസ്സിലാക്കി ഇൻസ്റ്റോൾ ചെയ്യാമെന്നും നമുക്കൊന്ന് മനസ്സിലാക്കാം. പ്രധാനമായും നമ്മൾ എവിടുന്നാണ് ആപ്പുകളൊക്കെ ഇൻസ്റ്റോൾ ചെയ്യുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും ഒക്കെ ഗൂഗിളിന്റെ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിൽ നിന്നുമാണ് നമ്മൾ ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നതും നമ്മുടെ ഫോണുകളിൽ ഇൻസ്റ്റോൾ ചെയ്യുന്നതും. അത് കൂടാതെ തന്നെ APK ഫയലുകളുണ്ട്, APK ആപ്പുകളുണ്ട്, അതൊക്കെ നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യാറുണ്ട്. APK എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ, അത് ഇൻസ്റ്റോൾ ചെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആപ്പുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴും ഇൻസ്റ്റോൾ ചെയ്യുമ്പോഴും എല്ലാം ആപ്പുകളുടെ ആധികാരികത, അതിൻ്റെ വിശ്വാസ്യത, ഉപഭോക്താവ് ഫോണുകൾക്ക് കൊടുക്കുന്ന, അതായത് നമ്മുടെ ഫോണുകളിലെ ആപ്പ് സെറ്റിംഗ്സിന് കൊടുക്കുന്ന ആപ്പ് പെർമിഷനുകൾ അനുസരിച്ചിരിക്കും അതിൻ്റെ സ്വകാര്യത എന്ന് പറയുന്നത്. അത് പല സൈബർ സുരക്ഷാ സെറ്റിങ്ങുകളും നമ്മൾ പെർമിഷനുകളായി നൽകിയാൽ നമുക്ക് വരാവുന്ന ദുരന്താവസ്ഥ നമ്മൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് സൈബർ തട്ടിപ്പിന്റെ കാലമാണ്. ആ സൈബർ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും എന്ന് വേണ്ട എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും എല്ലാം തന്നെ നമ്മളെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് കണ്ണു തെറ്റിയാൽ തീർച്ചയായും നമ്മളുടെ അക്കൗണ്ട് കാലിയാകുന്ന രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഓരോരുത്തരും APK ഫയൽ വഴിയും ആപ്പ് സ്റ്റോറിലെ ആപ്പുകൾ വഴിയും iOS പ്ലാറ്റ്ഫോമിലെ അതുവഴിയും ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യപ്പെടുന്നതും ഇൻസ്റ്റോൾ ചെയ്യപ്പെടുന്നതുമായ ആപ്പുകളിലൂടെ പതിയിരിക്കുന്നത്. ആപ്പുകളുടെ ഉപയോഗം എന്ന് പറയുന്നത് പ്രധാനമായും ഉപഭോക്താക്കളുടെ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമാണ്. വ്യാജ ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റോൾ ചെയ്താൽ തീർച്ചയായും നമ്മൾ തട്ടിപ്പിലകപ്പെടുകയും നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ അവർ ചോർത്തിക്കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെയുള്ള തട്ടിപ്പുകളിൽ നമ്മൾ തീർച്ചയായും ചെന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോണിനുള്ളിൽ കടന്ന് ഹാക്കർമാർക്ക് അതിലൂടെ തിരിമറികൾ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ വ്യാജ ആപ്പുകൾ ഇൻസ്റ്റോൾ ചെയ്താൽ. അതിനാൽ തന്നെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണുകളിൽ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ ഫോണിൽ ആപ്പുകൾ ഇൻസ്റ്റോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയണം. ആപ്പുകളെല്ലാം വാരിക്കോരി ഇൻസ്റ്റോൾ ചെയ്യുന്ന ചിലർക്കൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ പറ്റുന്നതെന്ന് തീർച്ചയായും നിങ്ങൾ ഓർക്കണം. ഏത് ആപ്പ് കണ്ടാലും അത് ഇൻസ്റ്റോൾ ചെയ്ത് അതിനുള്ളിൽ എന്താണെന്ന് തപ്പിപ്പോകും ചിലർ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ലയോ എന്ന് തന്നെ ചിലരെങ്കിലും ആലോചിക്കുന്നില്ലായിരിക്കും. ആപ്പ് എന്ന് പറയുമ്പോൾ അത് ഇൻസ്റ്റോൾ ചെയ്തു പോകും ചിലരെല്ലെങ്കിലും. പിന്നെ ചിലർ നമ്മളെ കൊണ്ട് ആപ്പുകൾ ഇൻസ്റ്റോൾ ചെയ്യിപ്പിക്കും, വാട്സപ്പുകളിലൂടെയും മറ്റുമൊക്കെ. അതിലൂടെ അവർ ചെയ്യുന്നത് നമ്മളുടെ ഫോണിലെ സകല വിവരങ്ങളും അവർ ചോർത്തിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായും ഓർത്തിരിക്കണം. ആദ്യമായി കേരള പോലീസ് നൽകിയിരിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഫോണിൽ ആപ്പുകൾ ഇൻസ്റ്റോൾ ചെയ്യുന്നതിന് മുമ്പ് കേരള പോലീസ് നമുക്ക് തന്നിട്ടുള്ള നിർദ്ദേശങ്ങളെ പറ്റി നമുക്ക് ആദ്യമായി നോക്കാം. ആദ്യത്തേത്, സാധാരണ ആപ്പുകളിൽ ഡെവലപ്പറുടെ പേരും അതുപോലെ തന്നെ ആപ്പിന്റെ പേരും ഉണ്ടാകും. അത് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആപ്പ് നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യാൻ പോകുന്ന ആപ്പ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആപ്പിന്റെ പേര് തീർച്ചയായും ഉണ്ടോ എന്ന് നോക്കുക.
അത് കഴിഞ്ഞിട്ട് ഡെവലപ്പർ, അതായത് ആ ആപ്ലിക്കേഷൻ, ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഡെവലപ്പറുടെ പേരും അതിൽ ഉണ്ടായിരിക്കണം. പിന്നെ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നും തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ആ ആപ്പ് നിയമാനുസൃതമായി ഉള്ളതാണോ? ഇനി ആപ്പുകളുടെ ഡെവലപ്പറുടെ പേരുകൾ നമ്മൾ കാണാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കാണാൻ കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിന്റെ ഡെവലപ്പറുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിനെ സംശയം മാറ്റിയ ശേഷം മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് അതിന്റെ ഡെവലപ്പറെ കുറിച്ചുള്ള വിവരങ്ങൾ അതിൽ നൽകിയിട്ടില്ലെങ്കിൽ സെർച്ച് ചെയ്ത്, അതായത് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഇപ്പോൾ എന്തും നമുക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ജെമിനിയിൽ സെർച്ച് ചെയ്താലും മതി. സെർച്ച് ചെയ്ത് ഡെവലപ്പറിന്റെ വിവരങ്ങൾ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. ആപ്പുകളുടെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ ഗ്രാമർ തെറ്റുകളോ ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കി മനസ്സിലാക്കണം. അങ്ങനെ എന്തെങ്കിലും കാണുന്നവ തീർച്ചയായും അത് വ്യാജ ആപ്പുകൾ തന്നെ ആയിരിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അതിൽ സെർച്ച് ചെയ്ത് നമ്മളുടെ സംശയം മാറ്റണം. അത് സെർച്ച് ചെയ്താൽ നമുക്ക് തീർച്ചയായും കണ്ടെത്താവുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന്, പ്ലേ സ്റ്റോറുകളിൽ കാണുന്ന ആപ്പുകളുടെ യൂസർ റിവ്യൂ തീർച്ചയായും നിങ്ങളൊന്ന് പരിശോധിച്ചിരിക്കണം. യൂസർ റിവ്യൂ എന്ന് നോക്കുമ്പോൾ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ അടിവശത്തേക്ക് കാണാം, ഡെവലപ്പറിന്റെ ഇൻഫർമേഷൻ കാണാം, ആപ്പിന്റെ റിവ്യൂ, മറ്റുള്ളവർ കൊടുത്തിരിക്കുന്ന റിവ്യൂ, സ്റ്റാറുകൾ കൊടുത്തിട്ടുണ്ടാവും. 1 സ്റ്റാർ മുതൽ 5 സ്റ്റാർ വരെ കൊടുത്തിട്ടുണ്ടാകും. അതിൽ എത്ര റേറ്റിംഗിലാണ് ആ ആപ്പ് നിൽക്കുന്നതെന്നൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതിൽ എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുണ്ടാകും. ഇനി അടുത്തത് പ്രധാനപ്പെട്ടതാണ്. ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആപ്പുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ പെർമിഷനുകൾ മാത്രം നൽകി നമ്മൾ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അതായത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചില പെർമിഷനുകൾ നമ്മളോട് ചോദിക്കും. മൊബൈലിൽ തന്നെയാണ് ചോദിക്കുന്നത്. അതെല്ലാം നമ്മൾ കണ്ണുമടച്ചങ്ങ് അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഇനി മുതൽ അങ്ങനെ ചെയ്യരുത്. ആപ്പുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ പെർമിഷനുകൾ മാത്രമേ നമ്മൾ കൊടുക്കാവൂ. എല്ലാത്തിലും നമ്മളുടെ ഫോണുകൾ കയറി വിവരങ്ങൾ ശേഖരിക്കാനുള്ള പെർമിഷനുകൾ വരെ അവർ ചോദിച്ചെന്നിരിക്കാൻ നമ്മൾ കണ്ണുമടച്ച് അതൊന്നും അലോ ചെയ്യാതിരിക്കുക. ആവശ്യമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആവശ്യമായ പെർമിഷനുകൾ മാത്രം നമ്മൾ അലോ ചെയ്തു കൊടുക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോണിന്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന, അലോ ചെയ്തു കൊടുക്കാൻ പറയുന്ന ആപ്പുകൾ തീർച്ചയായും വ്യാജ ആപ്പുകളാണ്, അപകടകാരികളായ ആപ്പുകളാണ്. അത് തീർച്ചയായും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ പെർമിഷനുകൾ ചോദിക്കുന്ന ആപ്പുകൾക്ക്, അതായത് നമ്മുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പെർമിഷനുകൾ ചോദിക്കുന്ന ആപ്പുകൾക്ക് നമ്മുടെ ഫോണിനുള്ളിൽ കയറി, അതായത് നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ വരെ തിരഞ്ഞു കണ്ടുപിടിക്കുന്നതിനും അവർക്ക് നമ്മളുടെ ഫോണിലെ നിയന്ത്രണം വരെ ഏറ്റെടുക്കുന്നതിനും കഴിവുണ്ടായിരിക്കും എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പെർമിഷൻ അലോ ചെയ്യുന്നത് വഴി അവർക്ക് ലഭിക്കുന്നത് നമ്മളുടെ ഫോണിലെ ഡേറ്റകളെല്ലാം അവർക്ക് പരിശോധിക്കാൻ കഴിയും എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതാണ്. അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഫോണിലെ മുഴുവൻ നിയന്ത്രണങ്ങളും ഏറ്റെടുക്കാൻ കഴിവുള്ളവയാണ് ഈ പെർമിഷൻ, ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ പെർമിഷൻ ചോദിക്കുന്ന ആപ്പുകൾ. അടുത്തത് പെർമിഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ആപ്പുകൾ ചോദിക്കുന്ന പെർമിഷനുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ചില ആപ്പുകൾക്ക് നമ്മുടെ ലൊക്കേഷനും ഇമെയിൽ ഐഡിയും അതുപോലെ നമ്മുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ ഡീഫോൾട്ട് ആയിട്ട് തന്നെ അവർക്ക് അറിയാൻ പറ്റുന്നവയായിരിക്കും നമ്മൾ കൊടുക്കുന്ന ചില പെർമിഷനുകൾ. അത്തരത്തിലുള്ള പെർമിഷനുകൾ ഒഴിവാക്കുക. അതായത് ആപ്പുകൾക്ക് പ്രവർത്തിക്കാൻ വേണ്ട ഏറ്റവും അത്യാവശ്യം വേണ്ട പെർമിഷനുകൾ ആയിരിക്കണം നമ്മൾ നൽകുന്നതെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലാത്തവ തീർച്ചയായും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം. എന്തിനാണ് നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യം? അങ്ങനെ പല അഡ്വർടൈസ്മെന്റുകളും വന്നുകൊണ്ടിരിക്കും. അതൊന്നും നമ്മൾ കണ്ടില്ല എന്നടിക്കുക, ഇഗ്നോർ ചെയ്യുക. ഇതൊക്കെ വരുന്നത് മെസ്സേജുകളിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ ആയിരിക്കും എന്ന് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്.
അടുത്തത്, നമ്മൾ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പും അതിനുശേഷവും ഉള്ള പെർമിഷനുകൾ നൽകിയ ശേഷവുമുള്ള മാറ്റങ്ങൾ കൃത്യമായി നമ്മൾ മൊബൈലിൽ നിരീക്ഷിക്കുക. അതായത് നിങ്ങളുടെ പ്രൈവസി സെറ്റിംഗ്സ് ഉറപ്പായും ശ്രദ്ധിക്കേണ്ടതാണ്. ആപ്പ് സ്റ്റോറുകളിലും പുറത്തുമായി ആയിരക്കണക്കിന് വ്യാജ ആപ്പുകൾ നിലവിലുള്ള കാലമാണിപ്പോൾ. ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന പെർമിഷനുകളെല്ലാം തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള തട്ടിപ്പുകൾക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പല വിധത്തിലുള്ള സൈബർ തട്ടിപ്പുകൾക്കുമൊക്കെ വഴിയൊരുക്കുന്നതാവാം ഇനിയുള്ള കാലം എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. നമ്മൾ കൊടുക്കുന്ന പെർമിഷനിലൂടെ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പിലൂടെ നമ്മൾ തട്ടിപ്പിൽ പെട്ടുപോയേക്കാം. ചിലപ്പോൾ നമ്മൾ സൈബർ കുറ്റങ്ങളിലേക്ക് എത്തിച്ചേർന്നേക്കാം. ഇതൊക്കെ കൃത്യമായും ഓർത്തു വയ്ക്കുക. ഇനി എപ്പോഴെങ്കിലും നമ്മൾ ആപ്പുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ നിർദ്ദേശങ്ങൾ കൃത്യമായും ശ്രദ്ധിക്കുക. അതിനുശേഷം മാത്രം ആപ്പുകൾ പുതിയതായി ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച ശേഷം മാത്രം സ്മാർട്ട് ഫോണുകളിലേക്ക് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ ധാരാളം വ്യാജ ആപ്പുകൾ കുത്തിക്കയറ്റിയിട്ടുണ്ട്. ഇതൊക്കെ പ്രൊമോട്ട് ചെയ്ത് നമ്മളുടെ മൊബൈലിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ ഉള്ള ആപ്പുകളാണെങ്കിൽ തീർച്ചയായും ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ സൈബർ കുറ്റങ്ങളിലേക്ക് ചെന്ന് വീഴരുത്. ഇപ്പോൾ പലരുടെയും മൊബൈൽ നമ്പറുകൾ ഉൾപ്പെടെ മനസ്സിലാക്കാൻ കഴിവുള്ള ആപ്പുകളൊക്കെയാണ് അവർ നമ്മളുടെ ഫോണുകളിൽ നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്യാൻ പല വിധത്തിലുള്ള തേർഡ് പാർട്ടി ആപ്പുകളും ഒക്കെ നമ്മളോട് നിർദ്ദേശിക്കുന്നത്. അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ അവർക്ക് അറിയാൻ കഴിയും. അതിലൂടെ അവർ പലതരത്തിലുള്ള സൈബർ തെറ്റുകളും ചെയ്യാം. നമ്മൾ അതിലൊക്കെ പോയി നമ്മൾ അറിയാതെ തന്നെ വീണു പോകും. അതുകൊണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമസ്കാരം.